ഇന്ത്യൻ എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം മിഗ് യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ ഏതാണ്ട് അണിയറയിലേക്ക് മാറിക്കഴിഞ്ഞു. പകരം റഫേൽ യുദ്ധവിമാനങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. നമുക്ക് 42ഓളം സ്ക്വാഡ്രണുകൾ വേണമെന്നാണ് കരുതപ്പെടുന്നത്. കാരണം ചൈനയുടെ ഭാഗത്തു നിന്ന് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നൊക്കെ അതിർത്തിയിൽ എപ്പോൾ വേണമെങ്കിലും ആക്രമണ ഭീഷണി ഉണ്ടാകാം. അതുകൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സിനെ ശക്തിപ്പെടുത്താനായിട്ടുള്ള യുദ്ധവിമാനം വേണം. ഇപ്പോൾ ഫ്രാൻസുമായിട്ടാണ് നമ്മൾ കരാറിൽ ഏർപ്പെടുന്നത്. 114 യുദ്ധവിമാനങ്ങൾ വാങ്ങാനായിട്ട് ഏതാണ്ട് 3.25 ലക്ഷം കോടി രൂപയുടെ കരാറിലോ മറ്റോ ഏർപ്പെടാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഈ മാസം ഇന്ത്യയിലേക്ക് വരുമ്പോൾ 18 തീയതി മുതൽ 22 തീയതി വരെ ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഒരു കരാറിലേക്ക് ഒപ്പിടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ നമ്മൾ വാങ്ങുന്നു എന്നതിനപ്പുറം ആ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയുടെ കൈമാറ്റവും കൂടി ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ സ്വകാര്യ മേഖലയുമായിട്ട് സഹകരിച്ച് നമ്മൾ ഇവിടെ റഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നു. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഒരു നേട്ടമായിട്ട് നമുക്ക് കരുതിക്കൂടെ? തീർച്ചയായിട്ടും വലിയൊരു നേട്ടമാണ്. നേട്ടങ്ങളുടെ പട്ടികയിലെ വലിയ ഒന്നായിട്ട് മാറുന്നു. കാരണം യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ, അതായത് ഉർസുല വോൺ ഡെർ ലീൻ പറഞ്ഞതുപോലെ തന്നെ, ഉർസുല വോൺ ഡെർ ലീൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മദർ ഓഫ് ആൾ ഡീൽസ് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഒപ്പുവെച്ച് കഴിഞ്ഞു. തുടർന്ന് വളരെ പെട്ടെന്ന് നാടകീയമായിട്ട് അമേരിക്കയുമായിട്ടുള്ള ഡീൽ, നമ്മുടെ ചുങ്കമെന്ന് പറയുന്ന 50% നിന്ന് കുത്തനെ 18% കുറഞ്ഞു. അതിൻ്റെ ഒരു സന്തോഷം. 50,000 കോടിയുടെ ഒരു ഡീൽ അങ്ങനെ തുറന്നു വന്നു. അതിനെ തുടർന്നിപ്പോൾ വരാൻ പോകുന്നതാണ് 3.25 ലക്ഷം കോടി രൂപയുടെ ഡീൽ ഫ്രഞ്ച് കമ്പനിയായിട്ടുള്ള ദാസ ഏവിയേഷനുമായിട്ട്, ഫ്രഞ്ച് ഗവൺമെൻറ്റുമായിട്ട് നമ്മളിപ്പോൾ ഒപ്പിടാൻ പോകുന്നു. അതിൻ്റെ ഫോർമാലിറ്റികൾ 18 തീയതി മുതൽ 20 തീയതി വരെ അദ്ദേഹം ഇന്ത്യ സന്ദർശിപ്പിക്കുമ്പോൾ നടക്കാൻ പോകും എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നടക്കാൻ പോവുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ തന്നെ നമ്മുടെ പ്രതിരോധ മന്ത്രാലയം ഇതിനുള്ള അപ്രൂവൽ നൽകി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതിന് കാലതാമസമൊന്നുമില്ല. മന്ത്രിസഭയുടെ അനുമതി ഉള്ള കാര്യമാണ്. ഇനി ഒപ്പിട്ടാൽ മാത്രം മതി. ഡീൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സമവായം എന്ന് പറയുന്നത്. ഇതിൻ്റെ 60% ഭാഗങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചവയായിരിക്കും. 40% മാത്രമേ ഫ്രാൻസിൽ ദാസ ഏവിയേഷനിൽ നിർമ്മിച്ചുണ്ടാവും. അപ്പോൾ ഇന്ത്യ അവിടെ മേൽക്കൈ നേടുകയാണ്. നേരത്തെ ഇങ്ങനെയായിരുന്നില്ല. അവർ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞതല്ലാതെ, അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഈ ഒരു ട്രാൻസ്ഫർ നടന്നിട്ടില്ല. ഇപ്പോൾ ഇന്ത്യ തന്നെ 60% നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ആ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇനി വേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന, ഇന്ത്യയിൽ ഇതിൻ്റെ അസംബ്ലി യൂണിറ്റുകൾ ഇപ്പോൾ ഇല്ല. ഈ അസംബ്ലി യൂണിറ്റും കൂടി ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന, ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ വീക്ഷണം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഇന്ത്യക്ക് അതായത് 60% പാർട്സും ഇന്ത്യയുടേതാകുമ്പോൾ ഇന്ത്യ ഒരു മേൽക്കൈ നേടുകയാണ്. ഇനിയിപ്പോൾ പുതുതലമുറ വിമാനങ്ങൾ വേണമെങ്കിൽ ഇന്ത്യക്ക് തന്നെ നിർമ്മിക്കാവുന്ന, ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് സംരംഭകർക്ക് തന്നെ നിർമ്മിക്കാവുന്ന ഒരു ഇക്കോ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഫാസ്റ്റായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദാസ ഏവിയേഷൻ എന്ന് പറയുന്നത് ഒരു സ്വകാര്യ കമ്പനിയാണ്. പക്ഷേ പ്രതിരോധ കരാറാകുമ്പോൾ ഫ്രഞ്ച് ഗവൺമെൻറ്റാണ് ഉപയോഗിക്കേണ്ടത്. ആ തരത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കും ഒരു ഇക്കോ സിസ്റ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ഒരർത്ഥം. ഇപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ, സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ, ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് കൈവരാൻ പോകുന്നത് എയർഫോഴ്സിന് 150 വിമാനങ്ങൾ, അതുപോലെ തന്നെ നേവിക്ക് 26 വിമാനങ്ങൾ സ്വന്തമായിട്ട് കൈവരാൻ പോവുകയാണ്. സ്ക്വാഡ്രൺ 26. അപ്പോൾ മൊത്തം 176 വിമാനങ്ങളാണ് ഇന്ത്യ സ്വന്തമാക്കാൻ പോകുന്നത്. അപ്പോൾ പണ്ട് നേരത്തെ പറഞ്ഞില്ല, 4 വിമാനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു. അതും കൂടെ എങ്കിൽ 176 വരില്ല, 172 വരൂ. അന്നത്തെ കണക്കനുസരിച്ച് നമ്മൾ വാങ്ങിച്ചത് മുഴുവൻ അതുപോലെ അവിടെ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതും കൂടെ ഇത് തെളിഞ്ഞു വരുന്നുണ്ട്. ഒരൊറ്റ വിമാനം പോലും പാകിസ്ഥാന് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ പല വിമാനങ്ങളും നമ്മൾ തകർത്തു, അവരുടെ ഒരു കപ്പൽ നമ്മൾ തകർത്തു എന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നുണ്ട്. അത് നമ്മുടെ നേവി ഈ റഫേൽ സ്ക്വാഡ്രൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തതാണ് എന്ന് കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് TV പുറത്തുവിട്ടു. അതിനിർണായകമായ ഒരു പങ്ക് അവർ പാകിസ്ഥാനെ തകർക്കുന്നതിൽ വഹിച്ചു എന്നവർ ഇപ്പോൾ ഏറ്റവും പുറത്തു വന്ന ഒരു യുദ്ധ വാർത്തയാണ്, ഇന്നലെ വന്ന ഒരു വാർത്തയാണ്. അപ്പോൾ അത് സ്ക്വാഡ്രൻ്റെ ശക്തി എന്ന് പറയുന്നത്, റഫാലിനെ അവർ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? റഫാൽ വിമാനങ്ങൾ അങ്ങനെ തകർക്കാൻ പാകിസ്ഥാന് പറ്റിയിട്ടുണ്ടെങ്കിൽ റഫാലിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യില്ല വീണ്ടും. അതെ, സംശയമില്ല, വേറെ ആൾട്ടർനേറ്റീവ് കണ്ടെത്തും. അപ്പോൾ അത് തീർച്ചയായിട്ടും സുശക്തമാണ്. നമ്മുടെ പ്രതിരോധം കൂടുതൽ ശക്തി ആർജിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 18 വിമാനങ്ങൾ 18 എണ്ണം
ഈ 176 എന്ന് പറയുന്നതിൽ 18 ഇപ്പോൾ തന്നെ കൈമാറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നേരത്തെ ഉള്ളത് കൂടാതെ 18 വിമാനങ്ങൾ നമുക്കിപ്പോൾ ഉടനെ തന്നെ കൈമാറും. ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് വരുന്നതോടുകൂടി തന്നെ ഈ വിമാനങ്ങൾ കൈമാറുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൈലറ്റുമാർ അങ്ങോട്ട് പോയി അവിടെ കൊണ്ടുവിടണം. നേരത്തെ അങ്ങനെ ആയിരുന്നല്ലോ, അവരും കൂടെ പോയിട്ട്, കാരണം ഇത് ഓടിക്കാൻ പഠിക്കണം ആദ്യം, അല്ലാതെ കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ കരാർ ഒപ്പിട്ടതിന് ശേഷമേ അത് കൊണ്ടുവരികയുള്ളൂ. കരാർ ഒപ്പിടാനുള്ള സാധ്യതകളെല്ലാം ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പ്രതിരോധ മന്ത്രാലയം അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. 18 മുതൽ 20 ദിവസങ്ങളിൽ അദ്ദേഹം സന്ദർശിക്കുമ്പോൾ ഇതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പിന്നെയും ഉണ്ടാകും. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ കൂടി എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ആത്മനിർഭരതയുടെ ഒരു വലിയ വിജയമായിട്ട് ഇത് ആഘോഷിക്കപ്പെടുക തന്നെ. ഇന്ത്യ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധ കരാർ, ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ തമ്മിൽ എടുത്തിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധ കരാർ. അല്ലാതെ വേറൊരു കരാർ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ. കാരണം ചൈനയും റഷ്യയും തമ്മിൽ അങ്ങനെ ആയുധ കരാർ ഉണ്ടാക്കാറില്ല. ഇവിടുന്ന് അങ്ങോട്ട് ആയുധം വാങ്ങുന്നു, ഇങ്ങോട്ട് വാങ്ങും. ഇങ്ങനെ വലിയൊരു കരാറിൽ അവർ ഏർപ്പെടാറില്ല. കാരണം രണ്ടുപേർക്കും സ്വന്തമായിട്ട് അവരുടേതായിട്ടുള്ള സിസ്റ്റം ഉണ്ട്. മാത്രമല്ല ഇപ്പൊ നമ്മളിപ്പോ ഈ പറയുന്നതിനകത്ത് 88 സിംഗിൾ സീറ്റർ വിമാനങ്ങളാണ്, 26 രണ്ടുപേർക്ക് ഇരിക്കാവുന്ന വിമാനങ്ങളാണ്. ഇത്തരം വിമാനങ്ങൾ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരേ സമയം പൈലറ്റിന് വിമാനം നിയന്ത്രിക്കാനും അതേപോലെ തന്നെ ആക്രമിക്കാനും കഴിയുന്നതാണ് ഈ സിംഗിൾ സീറ്റർ വിമാനം. പക്ഷെ ഡബിൾ സീറ്റർ വരുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ഒരാൾക്ക് വിമാനം നിയന്ത്രിക്കാനും മറ്റേ ആൾക്ക് ഈ ആക്രമണത്തിന് കൃത്യമായിട്ടുള്ള കുന്തമുനയായിട്ട് വഹിക്കാനും സാധിക്കും. അത്തരത്തിലുള്ള വിമാനങ്ങൾ കൂടി വരുന്നതോടുകൂടി നമ്മുടെ എയർഫോഴ്സിന്റെ ശക്തി കൂടുതൽ ദൃഢമാവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മളിപ്പോൾ ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടാണ് വിമാനത്തിൻ്റെ പാർട്സുകളൊക്കെ നിർമ്മിക്കുന്നത്. അങ്ങനെയുള്ള പാർട്സുകൾ നിർമ്മിക്കുമ്പോൾ HAL തന്നെ ഉപകരാറ് നമ്മുടെ നാട്ടിലെ സ്വകാര്യ കമ്പനികൾക്ക് നൽകാറുണ്ട്. കേരളത്തിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഡ്രോണുകളും മറ്റും നിർമ്മിക്കുന്ന സാങ്കേതികവിദ്യ കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ ഈ പറയുന്ന ടെക്നോളജി ഈ ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയാൽ ഈ വിമാനത്തിൻ്റെ പാർട്സുകളൊക്കെ നമുക്ക് നിർമ്മിക്കാം. അതാണ് ഈ പറയുന്ന 40% നമ്മുടെ രാജ്യത്തെ സ്വകാര്യ കമ്പനികൾ അല്ലെ സ്വകാര്യ മേഖലയ്ക്ക് നിർമ്മിക്കാൻ കൊടുക്കാൻ പോലും ഇന്ത്യ രാജ്യം തയ്യാറാകുന്നു. അപ്പോൾ നമ്മൾ എത്രത്തോളം ഡെവലപ്ഡ് ആയെന്ന് ആലോചിച്ച് നോക്കുക. മാത്രമല്ല നമുക്ക് തേജസ് യുദ്ധവിമാനം നിർമ്മിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് എഞ്ചിൻ നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. അന്ന് അത് അമേരിക്ക എടുത്ത് ചോദിച്ചപ്പോൾ അവിടെ ജനറൽ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി അതിന് വലിയ മസിൽ പിടുത്തമൊക്കെ കഴിഞ്ഞു. ഏതാണ്ട് കുറേ വൈകിപ്പിച്ചിട്ടാണ് നമുക്ക് എഞ്ചിനൊക്കെ തന്നത്, അല്ലെ നമ്മൾ എത്രയോ മുന്നിൽ പോയത്. അപ്പോൾ ഒരു 10 വർഷത്തോളം നമ്മുടെ വികസനത്തെ തടയാനാണ് യൂറോപ്പിലെ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെ ശ്രമിച്ചത്. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് ഫ്രാൻസ് നമുക്ക് സാങ്കേതിക വിദ്യ കൂടി കൈമാറിയാൽ റഫേൽ യുദ്ധവിമാനങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ 114 യുദ്ധവിമാനങ്ങൾ കൂടി വരുമ്പോൾ നമ്മുടെ 42 സ്ക്വാഡ്രണുകൾ എന്നത് സുശക്തമായിട്ട് നിലകൊള്ളും എന്നുള്ളത് അയൽ രാജ്യങ്ങളെയും പേടിപ്പിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ടല്ലോ. തീർച്ചയായിട്ടും ഞാനൊരു പ്രതിരോധ വിദഗ്ധനല്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 88 സിംഗിൾ വിമാനങ്ങൾ ആക്കിയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പൈലറ്റുമാരെന്ന് പറഞ്ഞാൽ അതിവിദഗ്ധരായിരിക്കണം യുദ്ധരംഗത്ത് പോകുമ്പോൾ. കാരണം ഇത് തിരിഞ്ഞും മറിഞ്ഞും മിഗിൻ്റെ അഭ്യാസത്തിനേക്കാൾ വലിയ അഭ്യാസങ്ങളാണ്. പെട്ടെന്ന് ആകാശത്തിലേക്ക് പറന്നുയരാനും, കാരണം എന്തെങ്കിലും ഒരു വെടിവെപ്പോ ആക്രമണം ഉണ്ടായി പെട്ടെന്ന് രക്ഷപ്പെട്ട അതിവേഗത്തിൽ മുകളിലേക്ക് ഉയരാനും താഴേക്ക് പറക്കാനും ഒക്കെയുള്ള നമ്മൾ മിഗ് വിമാനത്തിന്റെ കാര്യം കണ്ടല്ലോ, ഇങ്ങനെ പല ടേൺസ് ആയിട്ട് പോകും. ആ രീതിയിലുള്ള പറപ്പിക്കലാണത്. അത് നല്ല വൈദഗ്ധ്യം ഉള്ളവർക്ക് മാത്രമേ പറപ്പിക്കാൻ കഴിയും. മിഗ് വിമാനങ്ങൾ പലതും തകർന്നു വീണിട്ടുണ്ട്. ഒരു പക്ഷെ മിഗ് വിമാനത്തിന്റെ കുഴപ്പമാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് മാറ്റിയത് അതിന്റെ കാലഹരണപ്പെട്ടു. പൈലറ്റിന് വൈദഗ്ധ്യമില്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാം. അപ്പം അതുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും വിദഗ്ധരായിട്ടുള്ള പൈലറ്റുമാർക്ക് മാത്രമേ ഇത് പറപ്പിക്കാൻ പറ്റൂ. ഒരെണ്ണമായി കഴിയുമ്പോൾ എന്താ, അപ്പോൾ അത്രയും കുറച്ച് പൈലറ്റ് മതി എന്നുള്ളതാണ്. ഇത്രയും വിമാനങ്ങൾ 150 വിമാനങ്ങൾ വരുമ്പോൾ 176 വിമാനം വരുമ്പോൾ 176 പൈലറ്റുമാർ വരും. അത് വിദഗ്ധ ഹസ്തങ്ങളിലായിരിക്കണം അത് ഏൽപ്പിക്കുന്നത്. അല്ലെങ്കിൽ ശത്രുക്കൾക്ക് പെട്ടെന്ന് അതിനെ കീഴടക്കാൻ പറ്റും. അതിൻ്റെ വൈദഗ്ധ്യം മുഴുവൻ, അതിൻ്റെ ടെക്നോളജി മുഴുവൻ ഉപയോഗിക്കാൻ കഴിവുള്ളവരായിരിക്കണം. വെറും പൈലറ്റുമാർ മാത്രമല്ല, ടെക്നോക്രാറ്റുകളും കൂടി ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് അവിടെ എണ്ണം നമ്മൾ ചുരുക്കിയ സിംഗിളും കൂടി വാങ്ങിക്കുന്നത്. സിംഗിൾ എന്ന് പറയുന്നതാണ് കൂടുതൽ. ഇപ്പോൾ 88 എണ്ണം സിംഗിളാണ്, മറ്റേ 26 എണ്ണമേ ഉള്ളൂ ഇരട്ട എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ മനുഷ്യ വിഭവ ശേഷി പൂർണ്ണമായിട്ട് ഉപയോഗിക്കുകയും അത് ലാഭിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യ കൂടിയാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതും കൂടെ എനിക്ക് തോന്നുന്നു അതാണെന്ന്. ഒരു പക്ഷേ ഇതിൽ നമ്മളിപ്പോൾ കാണുന്ന പ്രേക്ഷകരിലെ പ്രതിരോധ വിദഗ്ധരുണ്ടെങ്കിൽ അത് തിരുത്തട്ടെ. ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ മാത്രം പറയുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യയുടെ ആത്മനിർഭർ മാത്രമല്ല ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.